അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ടതാണ് ആ വീഡിയോ. ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം തിരിച്ചു വരാം. ഒരു ജനപ്രതിനിധി എന്നതിനുമപ്പുറം ഷാഫി പറമ്പിൽ ആരാണ് എന്നത് വിളിച്ചോതുന്നതാണ് ഈ ദൃശ്യങ്ങൾ. സിനിമയിലെ വെള്ളിത്തിരയിൽ നിന്ന് താരങ്ങൾ അവതരിക്കുമ്പോൾ ആരാധകർ പരിസരം മറക്കുന്ന കാഴ്ച നമ്മൾ പലകുറി കണ്ടിട്ടുണ്ട്. അതിന് സമാനമായ ഒരു താര ആരാധന ഷാഫി പറമ്പിൽ എംപിയോട് ജനങ്ങൾക്കുണ്ട്. ഇവിടെ ഷാഫി പറമ്പിൽ CPM കോട്ടകൾ തച്ചുടച്ചു വരുമ്പോൾ വഴി തടയുകയാണ് ഒരു വീട്ടമ്മ. ലക്ഷ്യം ഒന്നു മാത്രം, ഷാഫിക്കൊപ്പം ഒരു സെൽഫി. തുറന്ന വാഹനത്തിൽ തന്റെ മണ്ഡലത്തിലൂടെ പാഞ്ഞു പോകുന്ന ഷാഫി പക്ഷേ വീട്ടമ്മയ്ക്ക് മുന്നിൽ സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. പിന്നാലെ വീട്ടമ്മ കാത്തിരുന്ന $1 മില്യൺ സെൽഫി അവർക്ക് ഷാഫി സമ്മാനിച്ചു. ആ വീഡിയോ ആണ് നമ്മൾ മുകളിൽ കണ്ടത്. ഒരിക്കൽ കൂടി ആ വീഡിയോ കണ്ടുവരാം. ഷാഫി പറമ്പിൽ മർദ്ദനം ഏറ്റുവാങ്ങിയ വടകരയിലെ പേരാമ്പ്രയിൽ വലിയ വിജയമാണ് UDF നേടിയത്. ഷാഫിയുടെ ചോര വീണ മണ്ണ് UDF പിടിച്ചെടുക്കുമ്പോൾ ജനകീയ കോടതിയിൽ CPMനുള്ള ശിക്ഷ ജനം വിധിച്ചു കഴിഞ്ഞു. ആ മണ്ണിലൂടെ വിജയത്തേറിലേറി ഷാഫി വരുമ്പോൾ ആ നേതാവിന് സ്വീകാര്യത ഏറുകയാണ്. 20 വർഷം CPM ഭരിച്ച് ഉല്ലസിച്ച പേരാമ്പ്രയാണ് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പിടിച്ചെടുത്തത്. അതിന്റെ സുപ്രധാന കാരണങ്ങളിൽ ഒന്ന് ഷാഫി പറമ്പിലിന്റെ ജനകീയത തന്നെയാണ്. മുകളിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട 100 കണക്കിന് വീട്ടമ്മമാരാണ് ഷാഫി പറമ്പിലിന്റെ ധൈര്യം. ആ ധൈര്യമാണ് വോട്ടായി മാറിയതും CPM കോട്ടകൾ കടപുഴകി വീണതെന്നും കാണാൻ സാധിക്കും. ആകെയുള്ള 19 വാർഡിലേക്കായിരുന്നു പേരാമ്പ്രയിൽ മത്സരം നടന്നത്. LDF കൺവീനർ TP രാമകൃഷ്ണൻ MLAയുടെ നിയമസഭാ മണ്ഡലം കൂടിയാണ് പേരാമ്പ്ര എന്നതും ശ്രദ്ധേയമാണ്. അവിടെയാണ് CPM കോട്ട ഷാഫിക്കും കൂട്ടർക്കും മുന്നിൽ തകർന്നു വീണത്. 2000-2005 കാലത്ത് കോൺഗ്രസിലെ ആലിസ് മാത്യു പ്രസിഡന്റായ ഭരണസമിതിയാണ് UDFന്റേതായി അധികാരത്തിലെത്തിയ ഏക ഭരണസമിതി. കഴിഞ്ഞ തവണ 19 സീറ്റുണ്ടായിരുന്ന പേരാമ്പ്ര പഞ്ചായത്തിൽ 9 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടെയാണ് CPMലെ VK പ്രമോദ് പ്രസിഡന്റായത്. അന്ന് 14 സീറ്റ് LDFനും 5 സീറ്റ് UDFനുമാണ് ലഭിച്ചത്. അതിന് തൊട്ട് മുൻപത്തെ ഭരണസമിതിയിൽ കല്ലോട് മേഖലയിൽ നിന്ന് BJPക്ക് 1 സീറ്റ് നേടാൻ കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ഭരണസമിതിയിൽ BJPയുടെ സാന്നിധ്യം ഉണ്ടായില്ല. ഇത്തവണ എല്ലാ വാർഡിലും BJP മത്സരിച്ചിരുന്നു. അടുത്തിടെ UDF പ്രതിഷേധത്തിനിടെ പേരാമ്പ്ര ടൗണിൽ ഷാഫി പറമ്പിൽ MPക്ക് പോലീസിന്റെ ലാത്തിയടിയേറ്റ സംഭവമായിരുന്നു UDFന്റെ പ്രധാന പ്രചാരണ വിഷയം. കോഴിക്കോട് പേരാമ്പ്രയിൽ UDF പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് ഷാഫി പറമ്പിലിന് പരിക്കേറ്റത്. പോലീസ് ആക്രമണത്തിൽ തലയ്ക്കും മൂക്കിനും പരിക്കേറ്റ ഷാഫിയെ 3 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. ആ മണ്ണിലാണ് CPMന്റെ കൊടിയൊടിച്ച് വടകര MP കോൺഗ്രസിന്റെ മൂവർണ്ണ കൊടി നാട്ടിയത്. പറഞ്ഞവസാനിക്കുന്നതിന് മുൻപ് ആ വീഡിയോ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കായി ഇവിടെ ചേർക്കുന്നുണ്ട്.